നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തിരഞ്ഞെടുപ്പ് വിശേഷം. കുന്നംകുളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പ്രചരണാർത്ഥം കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചിറക്കൽ അറഫ പാലസ് നഗറിൽ കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കൺവെൻഷൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥി AC മൊയ്തീൻ കൺവെൻഷനെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPI ലോക്കൽ കമ്മിറ്റി അംഗം KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ, കാട്ടകമ്പാൽ ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, CPI ജില്ലാ കമ്മിറ്റി മെമ്പർ KT ഷാജൻ, CPI ഏരിയ സെക്രട്ടറി PK രവീന്ദ്രൻ, NCP മണ്ഡലം കമ്മിറ്റി അംഗം ആലിസ് തോമസ്, PC സണ്ണി, CK സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കടങ്ങോട് മണ്ഡലം കൺവെൻഷൻ നടത്തി. പന്നിത്തടം ടെൽക്കോണിൽ നടന്ന കൺവെൻഷൻ AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സത്താർ നീണ്ടൂർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KM നൌഷാദ്, KD ബാഹുലയൻ, TP ജോസഫ്, സെബീൽ തങ്ങൾ, PS പ്രസാദ്, അബ്ദുൾ ജലീൽ, ഹംസ ഹാജി, ഫ്രാൻസിസ് കൊളനൂർ, ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. 750 അംഗ പ്രവർത്തന കമ്മിറ്റി രൂപീകരിച്ചു. ചെയർമാൻ സത്താർ നീണ്ടൂർ, കൺവീനർ ഫ്രാൻസിസ് കൊളനൂർ, ട്രഷറർ KK മണി എന്നിവരെ തിരഞ്ഞെടുത്തു. CPI ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തുതല കുടുംബസംഗമം സംഘടിപ്പിച്ചു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന കുടുംബസംഗമം CPIയുടെ മുതിർന്ന നേതാവും മുൻ MP-യുമായ CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം CJ ജിജു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗവും CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ രാകേഷ് കണിയാമ്പറമ്പിൽ, മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, ലോക്കൽ സെക്രട്ടറി VP ലീല, ഗ്രാമപഞ്ചായത്ത് അംഗം CA ലിജു എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് റുബീന അൻവർ, പ്രവാസി കോൺഗ്രസ് നേതാവ് PK റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ 50ഓളം പേർ CPIയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പാർട്ടിയിൽ ചേർന്നവർക്ക് രക്തപതാക നൽകി ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. കുന്നംകുളം നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ തിരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കുന്നതിന്റെ ഭാഗമായി എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി TK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി AC മൊയ്തീൻ, CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി, NCP ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ, CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S ബസന്തലാൽ, KM അഷറഫ്, ബിന്ദു ഗിരീഷ്, കോൺഗ്രസ് S മണ്ഡലം പ്രസിഡന്റ് V രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. UDF ചൂണ്ടൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കേച്ചേരിയിൽ സജ്ജമാക്കിയ ഓഫീസ് DCC സെക്രട്ടറി KB ജയറാം ഉദ്ഘാടനം ചെയ്തു. UDF ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ RM ബഷീർ അധ്യക്ഷനായി. കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം CT പോൾ, മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PA സാദിഖ്, കോൺഗ്രസ് ഭാരവാഹികളായ ആൻഡോ പോൾ, MM ഷംസുദ്ദീൻ, MA സുബൈർ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ഡൊമിനിക് ഫ്രാൻസിസ്, KK അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥി MB രാജേഷിനെ വിജയിപ്പിക്കാൻ ചാലിശ്ശേരി തണ്ണീർക്കോട് ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. TP കുഞ്ഞുണ്ണി, അബ്ദുള്ളക്കുട്ടി, PB സുനിൽ, ബാലൻ മാസ്റ്റർ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിജയമ്മ ടീച്ചർ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം CK ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലേടത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവയുൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു. നാടകം, സിനിമ എന്നിവയോടൊപ്പം ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു അദ്ദേഹം. പ്രശസ്ത നാടകാഭിനേതാക്കളായിരുന്നു
ഒ മാധവന്റെയും വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ ഭാര്യ. തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുമായി സഹകരിച്ച് കുന്നംകുളം ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് ഏപ്രിൽ 2-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശീലന ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. 10 മുതൽ 18 വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ക്യാമ്പിൽ പ്രവേശനമുണ്ടായിരിക്കും. സംസ്ഥാന സ്കൂൾ ക്രിക്കറ്റ് മുൻ പരിശീലകനും ടീം സെലക്ടറുമായ AR സഞ്ജയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ക്രിക്കറ്റിലെ അടിസ്ഥാന പാഠങ്ങൾക്കൊപ്പം കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക സെഷനുകളും ഈ സമ്മർ ക്യാമ്പിന്റെ ഭാഗമായിരിക്കും. 1979 രൂപീകൃതമായ കുന്നംകുളം ക്രിക്കറ്റ് ക്ലബ്ബ് കുന്നംകുളത്തെ കായിക ചരിത്രത്തിൽ സജീവ സാന്നിധ്യമാണ്. മേഖലയിലെ ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകുന്നതിനുമായി പതിറ്റാണ്ടുകളായി മുൻപന്തിയിലുള്ള ക്ലബ്ബാണ് കുന്നംകുളം ക്രിക്കറ്റ് ക്ലബ്ബ്. ദേശീയ സംസ്ഥാന തലങ്ങളിൽ ശ്രദ്ധേയരായ ഒട്ടേറെ താരങ്ങളെ വാർത്തെടുത്ത മികച്ച പാരമ്പര്യം കുന്നംകുളം ക്രിക്കറ്റ് ക്ലബ്ബിനുണ്ട്. സംസ്ഥാന സീനിയർ ടീമിൽ അംഗങ്ങളായിരുന്ന PU അൻതാഫ്, ജാഫർ ജമാൽ എന്നിവർ ക്ലബ്ബിന്റെ താരങ്ങളായിരുന്നു. അൻതാഫ് രഞ്ജി ടീമിലും ജാഫർ ജമാൽ മുഷ്താഖ് അലി ടീമിലും സ്ഥാനം നേടിയിരുന്നു. ഇന്ത്യയിലെ വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി ഇവർ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കേരള സംസ്ഥാന അണ്ടർ 14 ടീമിലും അണ്ടർ 16 സോൺ ടീമിലും സ്ഥാനം നേടിയ വേദനാഥ് കുനത്ത്, അണ്ടർ 14 ജില്ലാ ടീമിൽ കളിച്ച മുഹമ്മദ് സറാൻ എന്നിവർ KCC നടത്തിയ ക്യാമ്പുകൾ വഴിയാണ് പ്രൊഫഷണൽ ക്രിക്കറ്റ് രംഗത്തെത്തുന്നത്. യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിനൊപ്പം തന്നെ മുതിർന്ന താരങ്ങൾക്കായി ക്ലബ്ബ് നടത്തിവരുന്ന പള്ള മെമ്മോറിയൽ വെറ്ററൻസ് ടൂർണമെന്റ് സംസ്ഥാനത്തെ ക്രിക്കറ്റ് ആവേശത്തിന് വലിയ കരുത്തു പകരുന്ന ഒന്നാണ്. സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 88 48 01 20 54 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വരും കാലങ്ങളിലെ മികച്ച ക്രിക്കറ്റ് താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണത്തെ പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ക്ലബ്ബ് ഭാരവാഹികളായ PS ഷാനു, P ആനന്ദ്, M ശശി, ചീഫ് കോച്ച് AR സജ്ജയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മന്തിട്ട ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട നടന്നു. 7-ാം വിളക്കു ദിവസം വൈകിട്ട് ക്ഷേത്ര ചടങ്ങുകൾക്കും ദീപാരാധനയ്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം ഭഗവാൻ പള്ളിവേട്ടയ്ക്കായി ക്ഷേത്രത്തിന് പുറത്തേക്കിറങ്ങി. ദേശത്തിൻ്റെയും ഭക്തരുടെയും സംരക്ഷണത്തിനു വേണ്ടി അസുരശക്തികളെ നിഗ്രഹിക്കുന്നതിൻ്റെ പ്രതീകമായാണ് 7-ാം വിളക്കിന് നടക്കുന്ന പള്ളിനായാട്ട്. ആനപ്പുറത്തേറി മതിലിനു പുറത്തെത്തിയ ദേവനെ ഭക്തർ നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. ആൽത്തറയിൽ അസുര പ്രതീകമായി തയ്യാറാക്കി നിർത്തിയ പന്നിമൃഗത്തെ പ്രതീകാത്മകമായി നിഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ പള്ളിനായാട്ട് നടത്തി. തുടർന്ന് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യകുലപതി ചെമ്മന്തിട്ട ശങ്കരൻ നായരുടെ പ്രാമാണ്യത്തിൽ ചെണ്ടമേളവും അരങ്ങേറി. പള്ളിവേട്ടയ്ക്കും ആഘോഷങ്ങൾക്കും ക്ഷേത്ര ക്ഷേമസമിതി അംഗങ്ങളും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതിയും നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഒസ്താത്തിയോസ് സ്ലീബ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയിൽ മോർ ഒസ്താത്തിയോസ് സ്ലീബ ബാവയുടെ 96ാമത് ഓർമ്മ പെരുന്നാളും വചന പ്രഘോഷണവും സമാപിച്ചു. മൈലപ്പൂർ ഭദ്രാസനാധിപൻ ഐസക് മോർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലിത്തയെ പള്ളിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് മെത്രാപ്പൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥത പ്രാർത്ഥനയും നടത്തി. തുടർന്ന് പരിശുദ്ധ മോർ ഒസ്താത്തിയോസ് സ്ലീബ ബാവ അനുസ്മരണ പ്രഭാഷണവും ആശീർവാദവും നടത്തി. നേർച്ച വിതരണവും ഉണ്ടായി. 70 വയസ്സ് പൂർത്തിയായ അംഗങ്ങളെ മെത്രാപ്പൊലിത്ത ആദരിച്ചു. വീടുകളിൽ നിന്നും ഇടവകാംഗങ്ങൾ എത്തിച്ച പഴം, പച്ചക്കറി, പ്ലാസ്റ്റിക് സാധനങ്ങൾ, ഫാൻസി തുടങ്ങിയവയുടെ ആദ്യ ഫലശേഖര ലേലം നടത്തി. വൈകിട്ട് 6-ന് കുന്നംകുളം ചാരിറ്റബിൾ സൊസൈറ്റി ഹാളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഗാനശുശ്രൂഷയും തുടർന്ന് നടന്ന സുവിശേഷ യോഗത്തിൽ ഫാദർ റെജി പോൾ വചന പ്രഘോഷണവും നടത്തി.
സമാപന പ്രാർത്ഥനയ്ക്ക് ഫാദർ വർഗീസ് മുണ്ടയ്ക്കൽ നേതൃത്വം നൽകി. യോഗത്തിന് പള്ളി ട്രസ്റ്റി PK ജിജു സ്വാഗതവും സെക്രട്ടറി PP ഷാജു നന്ദിയും പറഞ്ഞു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ സെന്റ് ഒസ്താത്യോസ് ലീബ ബാവയുടെ നാമധേയത്തിലുള്ള പള്ളിയിൽ കുന്നംകുളം ചാലിശ്ശേരി ചേലക്കര പെങ്ങാമുക്ക് പാറന്നൂർ പഴഞ്ഞി കട്ടിളപ്പൂവം മറ്റു ജില്ലകളിൽ നിന്നും കച്ചവടവും ജോലിയുമായി എത്തിയ 150 കുടുംബങ്ങളാണുള്ളത്. വചനപ്രഘോഷണത്തിന് വികാരി ഫാദർ ജോഷി ചിറ്റേത്ത്, ട്രസ്റ്റി PK ജിജു, സെക്രട്ടറി PP ഷാജു എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,465 രൂപ, സ്വർണം പവന് 1,07,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.